നമസ്കാരം. 2 ദിവസം മുമ്പ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഭവം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അന്ന് ആ സംഭവം അധികം ആരും അറിഞ്ഞിരുന്നില്ല. നമ്മുടെ പ്രമുഖ ചാനലുകളൊന്നും തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വം അവഗണിച്ചു. പക്ഷേ മറുനാടൻ ചാനൽ മാത്രമാണ് ആ ഒരു സംഭവം മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്തതും അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ നാട്ടുകാരിലേക്ക് എത്തിച്ചത് ഈ മറുനാടൻ ചാനലാണ്. ആ ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത്. ഷൈനി എന്ന പേരുള്ള കോട്ടയം സ്വദേശിനിയായ 43 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നേഴ്സിന്റെ കഥ, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിന്റെ കഥ. അപ്പോൾ ഈ ഷൈനിയെ ഭർത്താവ് ഇറക്കി വിട്ടതാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഭർത്താവുമായിട്ട് പിണങ്ങി വന്നതെന്നാണ്. പക്ഷെ അല്ല, ഷൈനിയെയും മക്കളെയും ഒരു ദിവസം ഭർത്താവ് ഇറക്കി വിട്ടു, റോഡിലേക്ക് ഇറക്കി വിട്ടു, നടു റോഡിലേക്ക് ഇറക്കി വിട്ടു. അവസാനം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഷൈനിയും മക്കളും ആ റോഡിൽ നിൽക്കുകയാണ്. നാട്ടുകാർ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനിയുടെ പിതാവ് വന്നിട്ട് ഷൈനിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ 9 മാസമായിട്ട് സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി. പക്ഷേ മക്കൾക്ക് ചെലവിനൊന്നും തന്നെ ഭർത്താവ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. 3 മക്കളാണ്. മൂത്തയാള് ഒരു ആൺകുട്ടിയാണ്. മൂത്തയാള് വേറൊരു സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്, എറണാകുളത്തുള്ളൊരു സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. ബാക്കിയുള്ളത് 2 പെൺമക്കളാണ്. 10ഉം 11ഉം വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നു പോലുള്ള 2 മക്കള്. അവസാനം മക്കളെ പഠിപ്പിക്കണം, മക്കൾക്ക് ചെലവിന് കൊടുക്കണം. വീട്ടിൽ നിന്ന് ഷൈനിക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് ഷൈനിയുടെ ഭർത്താവിനെ മാത്രമാണ് കുറ്റപ്പെടുത്തിയിരുന്നത്, ഭർത്താവിൻ്റെ കുടുംബത്തെ മാത്രമായിരുന്നു കുറ്റപ്പെടുത്തിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല ഷൈനിക്ക് പ്രശ്നമുണ്ടായിരുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഷൈനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മക്കളെ നോക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു ഷൈനി. 9 മാസമായിട്ട് മുട്ടാത്ത വാതിലുകളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി. BSc നേഴ്സ് ആണല്ലോ. പക്ഷേ കുറേ ഗ്യാപ്പ് വന്നതോട് കൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും കിട്ടിയില്ല. ഈവൻ ഷൈനിയുടെ അതേ സഭയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഷൈനിക്ക് യാതൊരു രീതിയിലുള്ള ദയയും കിട്ടിയില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബിയുടെ ഒരു ബന്ധുവുണ്ട്, ഒരു അച്ഛനാണ്. ആ അച്ഛൻ്റെ ഇടപെടലും ഷൈനിക്ക് ജോലി കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണമായി. അപ്പം ഷൈനി അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടും ഇറക്കി വിട്ടിട്ടും ഷൈനിയെ നിരന്തരമായിട്ട് ഇവർ വേട്ടയാടുകയായിരുന്നു. ഷൈനിക്ക് ഒരു രീതിയിലുള്ള സാഹചര്യവും ഉണ്ടാകാതെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്തിരുന്നു. അങ്ങനെ അവസാനം ഒരു ഗതിയുമില്ലാതെ എങ്ങു നിന്നും ഒരു സപ്പോർട്ടും കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ വേറെ ഒരു വഴിയുമില്ലാതെ ഷൈനി ഒരു പുലർച്ചെ രാവിലെ 5 ദിവസമായി, ഇപ്പോൾ 5-6 ദിവസമായി. അപ്പം രാവിലെ പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 2 പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിലേക്ക് പോയി. അങ്ങനെ ഈ ഭൂമി വിട്ടുപോയി. ഈ ഭൂമിയിൽ അവരനുഭവിച്ച ദുരിതം എല്ലാം അവസാനിപ്പിച്ച് അവർ പോയി. കാരണം അവർ പോയി കഴിഞ്ഞാൽ അവർ തന്നെ പോയി കഴിഞ്ഞാൽ മക്കള് അനാഥരാകും. മക്കളെ ആരും നോക്കാനില്ല. സ്വന്തം വീട്ടുകാരെടുത്തുനിന്ന് പോലും കാരുണ്യം കിട്ടത്തില്ലെന്ന് ഷൈനിക്ക് ഉറപ്പായിരുന്നു. ഭർത്താവ് എന്തായാലും മക്കളെ നോക്കാൻ പോകുന്നില്ല, സ്വന്തം വീട്ടുകാർ നോക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആർക്കും സ്വന്തം മക്കളൊരു ബേർഡൻ ആകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മക്കളെയും കൂട്ടിയാണ് ഷൈനി പോയത്. മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഷൈനിയുടെ മക്കൾക്കും അറിയാമായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആ മക്കൾക്കും അറിയാമായിരുന്നു. അപ്പം മക്കളും ഒന്നും മിണ്ടാതെ, ഒരക്ഷരവും മിണ്ടാതെ അമ്മയോടൊപ്പം പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്നു. ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. ആ നാട്ടുകാർ മുഴുവനായിട്ടും ഈ ഒരു കഥ ഓർത്ത് വിഷമിക്കുകയാണ്. അന്ന് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി ആ ഭർത്താവിനെങ്കിലും ശിക്ഷ കിട്ടണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഏതായാലും ആ നോബി കുര്യാക്കോസ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട അച്ഛൻ, അങ്ങനെ തന്നെ ഞാൻ പറയാം, സ്വന്തം മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനുമുണ്ട്. ഭാര്യയോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, ഭാര്യയെ ഇഷ്ടമല്ലാതെയാകാം. പക്ഷെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനും കൂടി ഉള്ളതാണ്. അമ്മയ്ക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടോ അത്രയും തന്നെ ഉത്തരവാദിത്തം അച്ഛനുമുണ്ട്. അപ്പം മക്കളെയും കൂടിയാണ് അയാൾ കുരുതി കൊടുത്തത്. അപ്പം അയാളെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസിന്റെ മുമ്പിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം കുറ്റബോധം ഉണ്ട് പോലും. ഇപ്പോഴാണ് അവന് കുറ്റബോധം ഉള്ളത്. ഇതുവരെ അവന് കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവന് കുറ്റബോധമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഓർത്തിപ്പോൾ പരിതപിക്കുകയാണ്, കരയുകയാണ്. ഏതായാലും അയാളുടെ പേരിൽ കുറേ ചാർജുകളുണ്ട്. അയാളെ ഉറപ്പായിട്ട് റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു അറസ്റ്റ് വെറുതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു അഭിനയമാകാതെ ഇരിക്കട്ടെ. അയാൾക്ക് ശിക്ഷ കിട്ടണം. അയാൾ കുറ്റബോധം കൊണ്ട് ഇനിയുള്ള ജീവിതം അയാൾ നീറി ജീവിക്കണം. കാരണം അയാൾ സ്വന്തം ചോരയിൽ പിറന്ന മക്കളെയും കൂടിയാണ് കുരുതി കൊടുത്തത്. ഇനി ഒരു മകനും കൂടിയുണ്ട്. അവനെയെങ്കിലും നോക്കി നന്നായിട്ട് അയാൾ ജീവിക്കട്ടെ. അതിനു മുമ്പ് അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. ഒരു സ്ത്രീ 43 വയസ്സായി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ പോയതിനു ശേഷം ആ സ്ത്രീക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓർക്കാൻ പറ്റുന്നതിനേക്കാട്ടിൽ അപ്പുറമാണ്. അവരെ അവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു ഷൈനിക്ക് ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാർ പോലും
അവരോട് വല്ലാത്ത രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ആ നാട്ടുകാർ പറയുന്നത് കേൾക്കണം. യാതൊരു രീതിയിലുള്ള പരിഗണനയും ഷൈനിക്ക് അവിടെ കൊടുത്തിരുന്നില്ല. എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു വേലക്കാരിയോട് എങ്ങനെയാണോ ചിലർ പെരുമാറുന്നത് അതേ രീതിയിലായിരുന്നു ഷൈനിയെ കണ്ടിരുന്നത്. ആ വീട്ടിലെ മരുമകൾ എന്നുള്ള രീതിയിലായിരുന്നില്ല, വേലക്കാരി എന്ന രീതിയിലായിരുന്നു ഷൈനിയെ കണ്ടിരുന്നത്. അപ്പൊ അത്രയും അവസ്ഥ ഷൈനി നേരിടേണ്ടി വന്നു. അവസാനം ഷൈനിയായിട്ട് ഇറങ്ങി പോകുന്നതല്ല, ഷൈനിയായിട്ട് ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി പോരില്ലായിരുന്നു. കാരണം ഷൈനിക്ക് അറിയാം, ഷൈനിക്ക് വേറൊരു സാഹചര്യം ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ എന്തുവെന്ന് പറയണ്ടല്ലോ. അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഷൈനിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അതെന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഷൈനിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരച്ഛൻ, അതായത് സ്വന്തം മകൾ നഷ്ടപ്പെട്ട കൊച്ചുമക്കൾ, 2 കൊച്ചുമക്കൾ, ആ കൊച്ചുമക്കളെ കാണുമ്പോൾ, ആ പെൺമക്കളെ കാണുമ്പോൾ നമുക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നുകയാണ്. ആ നാട്ടുകാർക്ക് മുഴുവൻ കുറ്റബോധമുണ്ട് ആ മക്കളുടെ മുഖം കാണുമ്പോൾ. നാട്ടുകാർക്കുള്ളത്രയും പോലും കുറ്റബോധവും വിഷമവും സ്വന്തം മോളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ട ഒരു അച്ഛനില്ല. ഞാൻ ആ വീഡിയോ ആദ്യം കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞാൽ പോയി. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറങ്ങി പോകുന്നത് ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയെന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാർക്കയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്തെങ്കിലും പറഞ്ഞു ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അത് അവരുടെ ജീവിതത്തിലുള്ള ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത്. ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ തരുന്നതായിരുന്നു. ഇപ്പോൾ ഈ 9 മാസം പിള്ളേർ 3 പേരും കൂടിയാണ്. നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ നിങ്ങളത്. പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം. അവിടെ ഏറ്റവും വലിയ തെറ്റ് അതാ. ഒരു 50 കിലോ കപ്പ കിടക്കുന്നുണ്ട് 5000 മേടിച്ചോട് പോയത്. ഉണക്കപ്പ് അവരുടെ പറ അവിടുത്തെ കപ്പ ഇവിടെ കിടക്കുന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവരിന്നെല്ലാം പാവ ദൂഷ്യം അറിയാവുന്ന വെച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല. അച്ഛൻ കന്യാസ്ത്രീമാരൊക്കെ ഉള്ള വീടല്ലേ അവൾ. അതൊന്നും എനിക്കറിയില്ല. മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരുമായത്. അതെ, എന്തായാലും വളരെ വേദനയോട് കൂടി തന്നെയാണ് അച്ഛൻ പറയുന്നത്. പല കാര്യങ്ങളും പലപ്പോഴും പറഞ്ഞതാണ്. കേട്ടല്ലോ, ആ അച്ഛൻ്റെ സംസാരം നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ആ അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് തോന്നിയത്? ആ അച്ഛൻ എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് അച്ഛൻ എന്ന് പറയുന്ന പദം പോലും ഇവിടെ ഉപയോഗിക്കാൻ താല്പര്യമില്ല. പിന്നെ അയാളുടെ പ്രായത്തെ ബഹുമാനിച്ചാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത് എന്നറിയത്തില്ലല്ലോ. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം, പക്ഷെ തോന്നലല്ല. അവസാനം ആ മാധ്യമപ്രവർത്തകൻ ഒരു വാക്ക് പറയുന്നുണ്ട്, വേദനയോട് കൂടിയിട്ടാണ് ഷൈനിയുടെ അച്ഛൻ സംസാരിക്കുന്നതെന്ന്. എങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയെന്നാണ്? ഇതാണോ വേദന? ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈവൻ ഷൈനിയെക്കുറിച്ച് നെയ്ബേഴ്സ് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു സംസാരത്തിൽ കുറച്ച് വിഷമം കാണാൻ പറ്റുന്നുണ്ട്. അഭിനയമാണെങ്കിൽ പോലും പലരും സിൻസിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ വേദന അഭിനയിക്കുന്ന ആൾക്കാരുമുണ്ട്. 5 ദിവസം മാത്രമേ ആയുള്ളൂ. മകള് പോയിട്ട്, കൊച്ചുമക്കൾ പോയിട്ട് 5 ദിവസം മാത്രമേ ആയുള്ളൂ. അപ്പോഴേക്കും ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തോടു കൂടിയിട്ട് ആ ലാഘവത്തിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. ആ അമ്മയ്ക്ക് ഒരു വാക്കുപോലും പറയാനില്ല, ഒരു വാക്കും അമ്മയ്ക്ക് സംസാരിക്കാനില്ല. ആ അമ്മയുടെ മുഖം കണ്ടിട്ടും വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ അച്ഛനെ കണ്ടോ? അപ്പം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഷൈനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. വീട്ടിൽ നിന്ന് നിരന്തരം കുത്തുവാക്കുകൾ മാത്രമായിരിക്കും ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. കെട്ടിച്ചു വിട്ട ഒരു പെൺകൊച്ച് വലിയ തറവാട്ടിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെയുള്ള തറവാട്ടിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. അവിടെ പോയി മിണ്ടാതെ നിന്നോണം. എനിക്ക് തോന്നുന്നത് ഷൈനിയെ റോഡിലേക്ക് ഇറക്കി വിട്ട് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അച്ഛൻ പോകുന്നത്. ആ അച്ഛൻ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, നാട്ടുകാരെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നതെന്ന്. ഷൈനി വിളിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം ഒരു മകള് ആ ഒരു സാഹചര്യത്തിലും അച്ഛനെ വിളിക്കാതിരുന്നത്? കാരണം ആ മകൾക്കറിയാം അച്ഛൻ്റെ ഭാഗത്ത് നിന്ന്, സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാകത്തില്ലെന്ന് ആ മകൾക്കറിയാം. അവസാനം നാട്ടുകാർ വിളിച്ചപ്പോൾ നാണംകേടാണല്ലോ. മകള് നടുറോഡിൽ നിൽക്കുന്നത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നാണംകേടാണല്ലോ. അതുകൊണ്ട് ആ അച്ഛൻ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. അത് മാത്രമല്ല, ഷൈനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഒരാണും ഉണ്ട്, ഒരു പെണ്ണും ഉണ്ട്. ആ സഹോദരങ്ങള് ഇതിന് വന്നു, ചടങ്ങിന് വന്നു. തലേന്ന് വന്നിട്ട് പിറ്റേന്ന് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവർക്ക് വിഷമം ഉണ്ടാകുമോ? ഇല്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു പോയി. ഞങ്ങൾ വന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് വന്നിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് മക്കള് ഇഷ്ടംപോലെ പൈസ അയച്ചു തരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവരോട് സ്നേഹമുണ്ട്. ഷൈനി പൈസയൊന്നും അയച്ചു കൊടുക്കുന്നില്ല. ഷൈനി ഒരു ബേർഡനാണ്, ഒരു ഭാരമാണ്. ജോലിയൊന്നുമില്ലാതെ കല്യാണം കഴിച്ചു വിട്ട ആ പെണ്ണ് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇനി മകളെയും കൊച്ചുമക്കളെയും നോക്കേണ്ടി വരും. അതൊരു വലിയ ഭാരമാണ്. അപ്പം നിരന്തരം കുത്തുവാക്കുകൾ പറയുന്നുണ്ടായിരിക്കും. ആ കൊച്ചുമക്കൾ പോലും ഒന്നും മിണ്ടാതെ അമ്മയോടൊപ്പം ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചുമക്കൾക്കും ഇത് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ രാജ്യത്തെ പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.
കെട്ടിച്ചു വിട്ട വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല, സ്വന്തം വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല, ഒരു അംഗീകാരമോ ഒരു സപ്പോർട്ടോ എങ്ങ് നിന്നും ഉണ്ടാകത്തില്ല. ജോലിയില്ലാതെ പൈസ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇപ്പോൾ എങ്ങ് നിന്നും ഒരു അംഗീകാരവും കിട്ടില്ല. അതേസമയം ഷൈനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഷൈനി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ ഷൈനിക്ക് ഇങ്ങനെ ഒരു കാര്യം നേരിടേണ്ടി വരുമായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഭർത്താവിനെ സഹിച്ചവിടെ നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. മക്കളെയും കൂട്ടി ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് പോകാമായിരുന്നു. സ്വന്തം മക്കളുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കാമായിരുന്നു. അല്ലെങ്കിലും മക്കളുടെ മേലുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമാണല്ലോ, അച്ഛന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അവർ വിത്തെറിയത്തല്ല ഉള്ളൂ. നൊന്ത് പെറ്റ അമ്മയ്ക്ക് മാത്രമേ ഉള്ളല്ലോ ഉത്തരവാദിത്വം. വേദന അറിഞ്ഞ് പ്രസവിച്ചുകൊണ്ട് അമ്മമാർ നോക്കിക്കോളൂ. ഈ അവസ്ഥ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഒരു സപ്പോർട്ടായിരിക്കാം, സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടായിരിക്കാം. നീ വിഷമിക്കണ്ട, ജോലി നോക്കിക്കോ, ഞങ്ങളുണ്ട് എന്നാ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഷൈനി ഇങ്ങനെ ചെയ്യുമായിരുന്നു? ഒരിക്കലും ചെയ്യില്ലായിരുന്നു. നീ വിഷമിക്കണ്ട മോളെ, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുണ്ട് എന്നൊരു വാക്ക് അവരോട് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ആ വാക്കില്ലായിരുന്നു. ആ വാക്ക് കിട്ടാത്തപ്പോൾ, ആ സപ്പോർട്ട് കിട്ടാത്തപ്പോൾ താനൊരു ഭാരമാണ്, തൻ്റെ മക്കളും ഒരു ഭാരമാണ്, ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തൻ്റെ മക്കള് ഒരിക്കലും നന്നായിട്ട് ജീവിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഷൈനി എടുത്ത ഡിസിഷൻ നന്നായിരുന്നു. ഷൈനി മാത്രമായിരുന്നു പോയത് എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്തുമായിരുന്നു? ഈ അപ്പനും അമ്മൂമ്മയും ആ മക്കളെ നോക്കുവോ? ഈ അച്ഛൻ നോക്കുവോ? വല്ലാത്ത സാഹചര്യമാണ്. ഇത്തരത്തിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒത്തിരി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആകുക. അത് മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞ് ഭർത്താവ് ഭയങ്കരമായിട്ട് നോക്കും, ഭർത്താവ് നമ്മളെ നന്നായിട്ട് പൊന്നുപോലെ നോക്കും എന്നുള്ള രീതിയിലൊന്നും പോകാൻ പാടില്ല. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, ഇൻഡിപെൻഡൻ്റ് ആകുക, അത് മാത്രമേ രക്ഷയുള്ളൂ.